വലതു വിങ്ങിൽ നിന്നും ഇടതു വിങ്ങിലേക്ക് ഹാരി കെയ്ൻ നൽകുന്ന നീളൻ പാസ് ക്രിസ്റ്റ്യൻ എറിക്സൺ ഹെഡ് ചെയ്ത് ഡെലെ അലിക്ക് നൽകി. പന്ത് നിലം തൊടുന്നതിന് മുൻപേ തന്നെ വലതു കാലിൽ കൺട്രോൾ ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ വന്ന ക്രിസ്റ്റൽ പാലസ് താരം ജഡിനാക്കിന്റെ തലയ്ക്ക് മുകളിലൂടെ പന്തിനെ തട്ടിയിട്ട് 180 ഡിഗ്രിയിൽ ഒന്ന് വട്ടം കറങ്ങി അത്യുഗ്രൻ ഒരു വോളി. ഗോൾ കീപ്പർ ഹെന്നസിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം ഗോൾ പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് പന്ത് ചെന്ന് കയറുമ്പോൾ കമന്ററിയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: Sometimes there are no words, just sit back and watch. Set it up himself and he finished it. 2016 ജനുവരി 23 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ ഡെലെ അലി നേടിയ ഈ ഗോൾ ഫുട്ബോൾ ആരാധകർ അത്ര എളുപ്പം മറക്കാനിടയില്ല. ബ്രസീലിയൻ താരങ്ങളുടെ സാമ്പാ നൃത്തം പോലെ മനോഹരമായ പാസുകളും ഡ്രിബ്ലിങ്ങും പന്തടക്കവുമായി കളിക്കളം അടക്കി വാണിരുന്ന ആ 20-ാം നമ്പറുകാരൻ പയ്യൻ ലോകോത്തര മധ്യനിര താരമായി വളർന്നു വരുമെന്ന് ഫുട്ബോൾ ലോകം വിധി എഴുതി. പക്ഷേ സംഭവിച്ചത് മറിച്ചാണെന്ന് മാത്രം. 2015 ഫെബ്രുവരി 2 മിഡ് സീസൺ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന നിമിഷങ്ങൾ. ടോട്ടൻഹാം MK ഡോൺസുമായി തിരക്കിട്ട ചർച്ചകളിലായിരുന്നു. ഒടുവിൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ 10 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിനെ മറികടന്ന് 5 മില്യൺ പൗണ്ട് മുടക്കി ടോട്ടൻഹാം 18 വയസ്സുകാരനായ ഡെലെ അലിയെ സ്വന്തമാക്കി. മൊറീഷ്യോ പൊച്ചറ്റിനോയ്ക്ക് കീഴിൽ ഊതിക്കാച്ചിയ പൊന്നുപോലെ അയാൾ കളിക്കളത്തിൽ തിളങ്ങി. ആദ്യ 2 സീസണുകളിലും തുടർച്ചയായി പ്രീമിയർ ലീഗ് ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിച്ച ഡെലെ അലി PFAയുടെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും തുടർച്ചയായി കൈക്കലാക്കി. ബ്രസീലിയൻ പ്ലെയർ ഇൻ ഇംഗ്ലീഷ് കിറ്റ് എന്നായിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ അയാളെ വിശേഷിപ്പിച്ചിരുന്നത്. പൊച്ചറ്റിനോ ടോട്ടൻഹാമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതോടെ ഡെലെ അലിയുടെ പതനവും ആരംഭിക്കുകയായിരുന്നു. അതുവരെയും അയാൾ പുറത്തെടുത്തിരുന്ന കളിമികവ് പതിയെ പതിയെ അകന്നുപോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ദി ഓവർലാപ്പിന് ഡെലെ അലി നൽകിയ അഭിമുഖത്തിൽ അയാൾ പറയുന്നുണ്ട്: പൊച്ചറ്റിനോ പോയപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. കളിക്കളത്തിൽ നിന്നും 24-ാം വയസ്സിൽ വിരമിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. മറ്റു മാനേജർമാരോട് സംസാരിക്കുന്നത് വ്യാജമായി തോന്നി. വ്യക്തിപരമായ തലത്തിൽ എന്നെ അറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതിനാൽ എല്ലാം സമർപ്പിക്കുവാനും വിട്ടുകൊടുക്കുവാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. 2018 CIES വിലയിരുത്തലുകൾ പ്രകാരം ഏകദേശം 140 മില്യൺ പൗണ്ട് വിലയുള്ള ലോകത്തിലെ ഏറ്റവും ചിലവേറിയ മിഡ്ഫീൽഡറായി കണക്കാക്കിയിരുന്ന താരം ഒരു കോച്ചിന്റെ പുറത്താകലിനെ തുടർന്ന് ആകെ തകർന്നുപോയി എന്ന് പറഞ്ഞാൽ ആരും അത്ര പെട്ടെന്ന് വിശ്വസിച്ചെന്നു വരില്ല. കുട്ടിക്കാലത്ത് ഏറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഡെലെ അലിക്ക് പൊച്ചറ്റിനോയുടെ മാറ്റം മാനസികമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. 2022 ടോട്ടൻഹാം വിട്ട് എവർട്ടണിലേക്കും അവിടെ നിന്ന് തുർക്കി ക്ലബ്ബ് ബെസ്കിറ്റാസിലേക്കും ഡെലെ കടന്നു ചെന്നു. തുർക്കിയിലെ ലോൺ കാലാവധി കഴിഞ്ഞ് മടങ്ങി വന്ന് 2023 ഏറെ നാളുകൾ അയാൾ റീഹാബിലിറ്റേഷനായി ചികിത്സ തേടിയിരുന്നു. എവർട്ടണിലെ കരാർ അവസാനിപ്പിച്ച് ഇറ്റലിയിലേക്ക് ചെല്ലുമ്പോൾ അത് ഇംഗ്ലണ്ട് താരത്തിന്റെ തിരിച്ചുവരവായിരിക്കുമെന്ന് ഫുട്ബോൾ ലോകം കരുതി. എന്നാൽ ഇറ്റാലിയൻ ടീം കോമോയിൽ കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ ആ ചിന്തകൾക്ക് താഴ് വീണു. മത്സരത്തിൽ 10 മിനിറ്റിനകം ചുവപ്പ് കാർഡ് ലഭിച്ച താരത്തെ തുടർന്ന് ഫാബ്രിഗാസും കൈയൊഴിഞ്ഞു. ടോട്ടൻഹാമിന്റെ കോച്ചായിരുന്ന കാലത്ത് മൊറീഷ്യോ പൊച്ചറ്റിനോ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത്: അയാൾ ഒരു മടിയനായ താരമാണ്. പ്രതിഭയുണ്ടെങ്കിലും ആ മികവിലേക്ക് എത്തുവാൻ അയാൾ പരിശ്രമിക്കുന്നില്ല. ഡെലെയുടെ നിലവിലെ അവസ്ഥ കാണുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. 30-കാരനായ താരത്തിന് ഒരു തിരിച്ചുവരവ് അത്ര അകലെയൊന്നുമല്ല. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും നിങ്ങളുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടാകും. 22 വയസ്സിനുള്ളിൽ 35-ലധികം മത്സരങ്ങളിൽ ദേശീയ ടീമിനായി ബൂട്ടണിഞ്ഞ, ചടുലമായ നീക്കങ്ങളിലൂടെ അതിമനോഹരമായ ഗോളുകളിലൂടെ കളി അഴകുകൊണ്ട് മനസ്സിൽ ഇടം നേടിയ പ്രിയപ്പെട്ട ഡെലെ, നിങ്ങൾ പരിശ്രമം തുടരുക. ഒരു ദിവസമെങ്കിലും, ഒരു മത്സരത്തിലെങ്കിലും നിങ്ങളുടെ മികവിനെ അതിൻ്റെ പൂർണ്ണതയിൽ കാണുവാൻ ഈ ലോകം ഇപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്നു.